പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, ഏവർക്കും ദൈവാനുഗ്രഹം എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വല്ലദീന കഫറൂ ബഅ്ദുഹും ഔലിയാഉ ബഅ്ദ്. സത്യനിഷേധികളും അന്യോന്യം ഉറ്റമിത്രങ്ങളാകുന്നു. ഈ നിർദ്ദേശങ്ങൾ നിങ്ങൾ പ്രാവർത്തികമാക്കിയിട്ടില്ലെങ്കിൽ നാട്ടിൽ കുഴപ്പവും വലിയ നാശവും ഉണ്ടായിത്തീരുന്നതാണ്. സത്യനിഷേധികളും അന്യോന്യം ഉറ്റമിത്രങ്ങളായിരിക്കും. സത്യനിഷേധികളെ നമ്മൾ തടങ്കലിൽ പാർപ്പിക്കുകയോ ഒരു കൂട്ടം ക്രൈസ്തവരെയും ഒരു കൂട്ടം ഹൈന്ദവരെയും ഒരു കൂട്ടം ജൂതന്മാരെയും ഒക്കെ നമ്മൾ തടങ്കലിൽ പ്രാർത്ഥിക്കുകയാണെങ്കിൽ അവർ തമ്മിൽ ഒന്നാവും. കാരണം ഇസ്ലാമിനെ നേരിടുന്നതിൽ അവർ ഒറ്റക്കെട്ടായിരിക്കും. അപ്പം സത്യനിഷേധികൾ ഉദ്ദേശിച്ച് സത്യത്തെ നിഷേധിക്കുന്നവരാണ്. ഒരു കാര്യം സത്യമാണെന്ന് അറിഞ്ഞിട്ടും നിഷേധിക്കുന്നവർ. നമ്മുടെ ഫ്ലാറ്റ് എർത്ത് ഗ്രൂപ്പിലും സത്യമാണെന്ന് അറിഞ്ഞിട്ട് നിഷേധിക്കുന്ന ഒരുപാട് പേരുണ്ട്. സത്യമാണെന്ന് അറിയാം, കാരണം അവർ ന്യായങ്ങൾ നടത്താറില്ല. ഞാൻ വിട്ടുകൊടുക്കുന്ന പഠനവും ചിത്രങ്ങൾക്ക് എതിരെ ഒന്നും പറയാറില്ല. കാരണം മറുപടി പറഞ്ഞിട്ട് കാര്യമില്ല, സത്യമാണ് പറയുന്നത്. പിന്നെ അവർക്ക് ആകപ്പാടെ ചെയ്യുന്ന പണി തെറി വിളിക്കുക എന്നുള്ള. തെറി വിളിക്കുക. പണ്ടൊരു സുഹൃത്തിന് പണ്ടൊരു വ്യക്തിയുടെ ഭാര്യയെ പറ്റി മോശമായി പറഞ്ഞതിൻ്റെ പേരിൽ ആ വ്യക്തിയും അയാളുടെ സഹോദരനും ഒരു കൂട്ടാളിയും കൂടി എന്നെ പഞ്ഞിക്കിട്ടിരുന്നു. അതിൻ്റെ വീഡിയോ അവൻ ചിത്രീകരിച്ചിരുന്നു. എന്നിട്ട് അവനത് ഫേസ്ബുക്കിൽ ഇട്ടു. ആ വീഡിയോ ഞാൻ പബ്ലിക്കായി കൊടുത്തത് ഞാൻ തന്നെയാണ്. എന്നിട്ട് ആ വീഡിയോ തന്നെ നിരന്തരം ഇട്ട് കൊടുക്കുക, എന്നെ പരിഹസിക്കുക, ഇങ്ങനത്തെ പണിയാണ് അവർ ചെയ്യുന്നത്. കാരണം അവർക്ക് ആശയപരമായി നേരിടാൻ കഴിയുന്നില്ല. പഠനഭൂമിയെ ആശയപരമായി നേരിടാൻ കഴിയുന്നില്ല. അവഹേളിക്കുക, തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കുക, ഇങ്ങനത്തെ പരിപാടിയാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ എന്താണ്? സത്യത്തെ നിഷേധിക്കുക. അവർക്കറിയാതെ സത്യമാണ്, പഠനവും സത്യമാണെന്ന് അറിയാം. പിന്നെ അത് ന്യായീകരിക്കാൻ കഴിയുന്നില്ല. പിന്നെ ഒറ്റ പരിപാടിയേ ഉള്ളൂ, തെറി വിളിക്കുക, അലങ്കോലപ്പെടുത്തല്ലേ, തോൽപ്പിക്കുക എന്ന് പറയും ചില ആൾക്കാർ സംസാരിക്കുമ്പോൾ ഉറക്കെ സംസാരിച്ച് കേൾക്കാതിരിക്കുന്ന കോലത്തിലാക്കുന്ന പരിപാടിയൊക്കെ ഉണ്ടല്ലോ ആരെങ്കിലും ആൾക്ക് ആദ്യം പറയുമ്പോൾ ഉറക്കെ പാട്ട് വെക്കുക, അതുപോലത്തെ തുണി പൊക്കി കാണിക്കുക. പണ്ട് നമ്മളെ കുടുംബത്തിൽപ്പെട്ട ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അദ്ദേഹം എന്ത് ചെയ്യും, മറ്റുള്ളവർ കച്ചറ ഉണ്ടാക്കും. അത് കച്ചറ ഉണ്ടാക്കി കുറേ കഴിഞ്ഞപ്പോൾ തുണി പൊക്കി കാണിക്കും. എന്നിട്ട് നമ്മൾ ചോദിക്കും, ഇങ്ങനെ തുണി പൊക്കി കാണിക്കാൻ പാടുണ്ടോ, മോശമല്ലേ? അപ്പോൾ അവർക്ക് സംസാരിച്ച് വാക്ക് കിട്ടുന്നില്ല, അതുകൊണ്ട് ഞാൻ തുണി പൊക്കി കാണിച്ചു എന്ന് പറയും. പിന്നെ അദ്ദേഹം ഒരു അല്പം ലൈംഗിക താല്പര്യമുള്ള വ്യക്തിയും ഒക്കെയാണ്. സ്ത്രീകളുമായിട്ട് ചില ഇടപാടുകളൊക്കെ ഉണ്ട്. അതുകൊണ്ടായി തുണി പൊക്കി കാണിക്കും. പറഞ്ഞു വരുന്നത് ഇതൊക്കെ ഒരു സത്യനിഷേധികളുടെ ആയുധങ്ങളാണ്. അവഹേളിക്കുക, അലങ്കോലമാക്കുക, സദസ്സ് അലങ്കോലമാക്കുക. പണ്ട് മന്ത്രി ശിവൻകുട്ടിയൊക്കെ സോഫയും ഇതൊക്കെ അടിച്ചു പൊളിച്ച്, കമ്പ്യൂട്ടറൊക്കെ അടിച്ചു പൊളിച്ച് നമുക്ക് അറിയാമല്ലോ. അപ്പം അതൊന്നും അടിച്ചു പൊളിക്കേണ്ട ആവശ്യമില്ല. അത് നേരിട്ട് പറഞ്ഞ് തീർത്താൽ മതി, പരാതി കൊടുക്കാനൊക്കെ ചെയ്താൽ മതി. അപ്പോൾ ഇതിനൊക്കെ കുറച്ച് കൂട്ടരുണ്ട്. അലങ്കോല സത്യത്തെ നിഷേധിക്കുക. അപ്പം നമുക്കറിയാമല്ലോ, ബ്രൂവറി നമ്മുടെ നാട്ടിലെല്ലായിടത്തും മദ്യനിർമ്മാണശാലകൾ തുടങ്ങാൻ പിണറായി സർക്കാർ അനുവദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് പാടില്ല എന്ന് പറഞ്ഞ് ഒരുപാട് വീട്ടമ്മമാരും മറ്റുള്ളവരൊക്കെ പാടുന്നുണ്ട്. പക്ഷേ സർക്കാരിനെ അടിച്ചമർത്തുകയാണ്. വെള്ളം ചീറ്റിത്തെറിപ്പിച്ചുകൊണ്ടുമൊക്കെ ഈ സമരക്കാരെ അടിച്ചൊതുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സത്യത്തെ നിഷേധിക്കുക. മദ്യം പാടില്ല, എല്ലാ പരസ്യങ്ങളിലും മദ്യം പാടില്ല എന്ന് പറഞ്ഞിട്ട് സർക്കാർ തന്നെ മദ്യം തുടങ്ങുക. അപ്പം ഒരു സത്യനിഷേധമാണ് സർക്കാർ ചെയ്യുന്നത്. അപ്പം പിന്നെ അതിനെ നേരിടാൻ ഇങ്ങനെ വളഞ്ഞ വഴി സ്വീകരിക്കുക നിവൃത്തിയുള്ളൂ. പറഞ്ഞു തരുന്നത് സത്യത്തെ നിഷേധിക്കുന്ന അന്യോന്യം മിത്രങ്ങളാകുന്നു. അവർ ഏത് മതക്കാരാവട്ടെ അത് മറ്റൊരു കാര്യമെന്ന് പറഞ്ഞാൽ, സത്യനിഷേധികൾ എന്ന് പറയുമ്പോൾ നമ്മളായിരിക്കും മുസ്ലിങ്ങൾ ഒഴിച്ച് ബാക്കിയൊക്കെ സത്യനിഷേധികളാണ് എന്ന് കരുതരുത്. സത്യം ആര് പറഞ്ഞാൽ ഉൾക്കൊള്ളുന്നവരാണ് സത്യനിഷേധികൾ. ഇപ്പം സുന്നികളിൽ കുറച്ച് ആൾക്കാർ ഇപ്പം പണത്തെ സ്നേഹിക്കുന്ന അധിക പേരും സത്യനിഷേധികളായിരിക്കും. ഇപ്പം കാസിം ഉസ്താദ് പറയാണ്, നിങ്ങൾ വലിയ പള്ളികൾ ഉണ്ടാക്കരുത്. വലിയ പള്ളികൾ ഉണ്ടാക്കരുത് പറഞ്ഞാൽ ആ സുന്നികളിൽപ്പെട്ട പല ആൾക്കാരും നേതാക്കന്മാരും
ഇപ്പോൾ തങ്ങൾ കുടുംബക്കാർ വരെ കാസിം ഉസ്താദിന് എതിരായി നിൽക്കും. കാരണം അവർക്ക് പണം ഇല്ലാതെ ജീവിക്കാൻ കഴിയില്ല. ലക്ഷങ്ങളും കോടികളും ഗൾഫിൽ നിന്ന് വരുന്നുണ്ട്. പക്ഷെ അതിൽ തങ്ങൾ കുടുംബം അല്പം പുറകോട്ടാട്ടോ. അവരങ്ങനെ ഇതിൽ ഞാൻ കാണാറില്ല. അതേസമയം AP ഉസ്താദൊക്കെ പണത്തെ സ്നേഹിക്കുന്ന വ്യക്തിയാണ് തോന്നുന്നു കണ്ടിട്ടൊക്കെ. അപ്പോൾ അവരൊന്നും അനുകൂലിക്കില്ല. അതുകൊണ്ടാണ് കാസിം ഉസ്താദ് ഒറ്റപ്പെടുത്തിയത്. അവർ പറഞ്ഞു വരുന്നത് ഈ മുസ്ലിമായി എന്നതുകൊണ്ട് മാത്രം സത്യത്തിൻ്റെ ആൾക്കാരല്ല, മറിച്ച് ഇസ്ലാം പറഞ്ഞമായി ജീവിക്കുന്ന ആൾക്കാർ. അവർ പൊതുവെ മെലിഞ്ഞ ആൾക്കാരായിരിക്കും, മെലിഞ്ഞൊട്ടി നിത്യവും ജോലിക്ക് പോകുന്നതായിരിക്കും അല്ലേ. നമുക്കറിയാമല്ലോ, ഇവിടെ കാസർഗോഡ് നീലേശ്വരത്തൊരു ഖബർ ഒട്ടും 10-30 വർഷം പഴക്കമുണ്ടായിട്ടും ആ ഖബറാളിയുടെ ഒരു രോമം പോലും കൊഴിഞ്ഞു പോകാത്ത രൂപത്തിൽ അതേപോലെ നിൽക്കുന്ന തുണി, ഖബർ പൊതിഞ്ഞ തുണി പോലും ഒന്നും കേടുവരാത്ത രൂപത്തിൽ ആ ഖബർ കണ്ടെത്തിയിരുന്നല്ലോ. അദ്ദേഹം വലിയ പണ്ഡിതനോ വലിയ മൊയ്ലിയാരോ ഒന്നുമല്ല, ഗ്രാൻഡ് മുഫ്തി ഒന്നുമല്ല. ഒരു തൊഴിലാളിയാണ്, കൂലിപ്പണിക്കാരനാണ്. അദ്ദേഹം ആകെ ചെറിയ നല്ല കാര്യം വെച്ചാൽ എല്ലാവർക്കും ഭക്ഷണം കൊടുക്കും, 5 നിസ്കാരം കൃത്യമായിട്ട് നിർവഹിക്കും. അതുപോലെ തന്നെ ആർക്കും ഭക്ഷണം കൊടുക്കും. ആരെ കണ്ടാലും ഭക്ഷണം കൊടുക്കാൻ വലിയ താല്പര്യമുള്ള വ്യക്തിയാണ്. എല്ലാവരും വീട്ടിലേക്ക് വിളിച്ച് വരുത്തി ഭക്ഷണം കൊടുക്കും, അല്ലെങ്കിൽ ഹോട്ടലിൽ നിന്ന് വാങ്ങിക്കൊടുക്കും, അല്ലെങ്കിൽ ഭക്ഷണം കൊടുക്കാൻ പണം കൊടുക്കും. അതിന് വലിയ താല്പര്യമുള്ള വ്യക്തിയാണ്. ആ ഒറ്റ കാരണം കൊണ്ട് അദ്ദേഹത്തിൻ്റെ ശരീരം മണ്ണ് തിന്നിട്ടില്ല. പറഞ്ഞു വരുന്നത്, നിസ്കാരത്തായ്മ വലിയ തലയെക്കെട്ടും തൊപ്പിയും എല്ലാം മുസ്ലിമിൻ്റെ ലക്ഷണം, മറിച്ച് ഖുർആൻ പറഞ്ഞതും പ്രവാചകൻ പറഞ്ഞതും അനുസരിച്ച് ജീവിക്കുന്നു. അങ്ങനെയുള്ള ആൾക്കാരാണ് സത്യവിശ്വാസികൾ. അപ്പോൾ ഇതിൽപ്പെടാത്ത ആൾക്കാരൊക്കെ ഒറ്റക്കെട്ടായിരിക്കും. അവർ മുജാഹിദാവട്ടെ, സുന്നിയാവട്ടെ, ജമാഅത്ത് ഇസ്ലാമി ആവട്ടെ ഒക്കെ. അപ്പോൾ കല്യാണം ആർഭാടമായി കഴിക്കരുതെന്നൊരു പണ്ഡിതൻ പറയാണ് കൂട്ടുക. ആ പണ്ഡിതൻ എല്ലാവരും ഒറ്റപ്പെടുത്തും. കാരണം എല്ലാവർക്കും ആർഭാടമായിട്ട് കഴിക്കണം കല്യാണം. ബൊഫേ പാടില്ല എന്നൊരു ഒരു പണ്ഡിതൻ പറയാണ്. അയാളും ഈ പണ്ഡിതന്മാർ ഒറ്റപ്പെടുത്തും. കാരണം ബൊഫേ വേണം, കണ്ടമാനം ആൾ വിളിക്കുമ്പോൾ ബൊഫേ നടത്തണം, കണ്ടമാനം വിഭവങ്ങൾ ഒരുക്കി നമ്മളൊരു സംഭവമാണെന്ന് കാണിച്ചു കൊടുക്കണം. അത് മേശമേൽ നിരത്തി വെക്കാൻ പറ്റില്ല. കണ്ടമാനം വിഭവങ്ങൾ ഓരോ മേശമേലും ഒരുപാട് വിഭവങ്ങൾ നിരത്താൻ പറ്റില്ല. അതുകൊണ്ട് അവർ ബൊഫേ ആക്കും. ഇസ്ലാമിന് ഒരിക്കലും യോജിക്കാത്ത പരിപാടിയാണ് അല്ലേ. ഒരു വീട്ടിലേക്ക് വന്നിട്ട് ക്ഷണിച്ചു വെച്ചിട്ട് അവരെ ഭിക്ഷക്കാരെ പോലെ പ്ലേറ്റുമായി നിർത്തുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും പാടില്ല സംഗതിയാണ്. അപ്പം അത് സത്യം പറഞ്ഞ ഈ ആൾക്കാരെ, പണ്ഡിതന്മാരെ അവർ ഒറ്റപ്പെടുത്തും ചില പുരോഹിതന്മാർ. അപ്പോൾ ഈ പുരോഹിതന്മാരൊക്കെ സത്യനിഷേധികളാണ്. ഈസാ നബി ദേവാലയത്തിൽ പോയിട്ട് അവളുടെ പുരോഹിതന്മാരൊക്കെ ചാട്ടവാർ കൊണ്ട് അടിച്ചല്ലോ. അപ്പം ഈ ദേവാലയം, അതുപോലെ വലിയ പള്ളികൾ, അതുപോലത്തെ കമ്മിറ്റികൾ, മദ്രസ കമ്മിറ്റി, പള്ളി കമ്മിറ്റി, ഇവരുള്ള ആൾക്കാരൊക്കെ മഹാഭൂരിപക്ഷവും തിന്മയുടെ വക്താക്കളാണ്. നമ്മൾ വലിയ തലക്കെട്ടും തൊപ്പി നിസ്കാരത്തായുമ്പോഴൊക്കെ ആയി കാണും. പണ്ട് സൂഫി കാട്ടിക്കൊടുത്ത മാതിരി സൂഫി നഗ്നനായിക്കൊണ്ട് നടന്നു തെരുവിലൂടെ. നമ്മളൊരിക്കലും ചെയ്യാൻ പാടില്ല കേട്ടോ. ഞാൻ ഒരു കഥയ്ക്ക് വേണ്ടി സംഭവത്തിന് വേണ്ടി പറഞ്ഞുള്ളൂ. അപ്പോൾ ചോദിച്ചു, എല്ലാ സൂഫി ഇങ്ങനെ നഗ്നത കാട്ടി നടക്കാൻ പറ്റുക? മനുഷ്യന്മാരുടെ മുമ്പിൽ നഗ്നത കാട്ടാൻ പാടുള്ളൂ, മൃഗങ്ങളുടെ മുമ്പിൽ നഗ്നത കാട്ടുന്നത് എന്താ കുഴപ്പം? മൃഗങ്ങളോ, ഇതൊക്കെ മനുഷ്യന്മാരല്ലേ, എന്നാൽ നോക്കിക്കോ എന്ന് പറഞ്ഞിട്ട് അയാളെ അദ്ദേഹം കൈ ഒക്കത്ത് വെച്ചു. അതിൻ്റെ ഉള്ളിൽ കൂടെ നോക്കാൻ പറഞ്ഞപ്പോഴോ മനുഷ്യരായി നടക്കുന്നവരൊക്കെ ആരാണ്? കുറേ പട്ടികൾ, തെരുവിലൂടെ കുറേ പട്ടികൾ നടക്കുന്നു. പട്ടി രൂപത്തിൽ ഓരോ മനുഷ്യന്മാരുടെ മുഖത്ത്, ചിലരുടെ മുഖത്ത് പട്ടിയുടെ തല, ചിലർ പന്നിയുടെ തല, ചിലർ കഴുതയുടെ തല, ഇങ്ങനെയൊക്കെയാണ്. മനുഷ്യന്മാരെ കാണുന്നില്ല. അപ്പോൾ തിന്മകൾ ചെയ്ത് ഒരു മനുഷ്യൻ എന്നതിൽ പദവിയിൽ നിന്ന് എടുത്തു മാറ്റപ്പെട്ട് മൃഗങ്ങളായി പോയിട്ടുണ്ട്. പിന്നെ അവരുടെ മുമ്പിൽ ഉത്തേജിച്ച് നടക്കുന്ന കുഴപ്പമില്ല എന്നാണ് സൂഫി പറഞ്ഞത്. അപ്പോൾ ചുറ്റി പറഞ്ഞാൽ കുറേ മനുഷ്യരൊക്കെ പണത്തെ സ്നേഹിച്ച് മൃഗങ്ങളായി പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അവർ സത്യത്തെ നിഷേധിക്കും. ഏത് വലിയ പണക്കാരും പണത്തെ സ്നേഹിക്കുന്നതാണല്ലോ പണക്കാരാവുക. അപ്പോൾ സത്യത്തെ നിഷേധിക്കേണ്ടി വരും. പണം വെച്ചാൽ ഇബ്ലീസിൻ്റെ മാധ്യമമാണ്, ശപിക്കപ്പെട്ട ഇബ്ലീസിൻ്റെ മാധ്യമമാണ്. അപ്പോൾ അതിനെ വല്ലാതെ നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ പല തിന്മകളും ചെയ്യേണ്ടി വരും. മനസ്സിലല്ലേ? ഇപ്പോൾ ഡാർവിൻ്റെ സംഭവം നമ്മുടെ കാസിം ഉസ്താദ് പറഞ്ഞു. അയാൾ ദൈവവിശ്വാസിയായിരുന്നു. 5 വർഷത്തോളം കടലിൽ പോയിട്ട് അദ്ദേഹം
ഒരുപാട് ദ്വീപുകളിൽ പോയിട്ട് പല ജീവികളുടെ കാര്യങ്ങളൊക്കെ പഠിച്ചു വന്നു. അങ്ങനെ പഠിച്ചു വന്നപ്പോൾ ശപിക്കപ്പെട്ട ബ്രിട്ടീഷുകാർക്ക് അദ്ദേഹം പറഞ്ഞ വാദം വിജയിച്ചാൽ അത് ദൈവനിശ്ചയത്തിന് മുതൽക്കൂട്ടാവുമെന്ന് ശപിക്കപ്പെട്ട ബ്രിട്ടീഷുകാർ മനസ്സിലാക്കി. ബ്രിട്ടീഷുകാർ ദജ്ജാലിനെ കൊണ്ടു നടക്കുന്ന ആൾക്കാരാണല്ലോ. ബ്രിട്ടീഷുകാരുടെ കയ്യിൽ ദജ്ജാലുണ്ട്. അപ്പോൾ ദജ്ജാലിന് സഹായകമാകുന്ന വാദമാണ് ഡാർവിൻ കൊണ്ടുവരുന്നത്. ഡാർവിൻ അപ്പം ദൈവവിശ്വാസിയാണ്. അങ്ങനെ ബ്രിട്ടീഷുകാർ ചെലവും കൊടുത്ത് എല്ലായിടത്തും പ്രസംഗിക്കാൻ വിളിച്ച് വലിയ വലിയ പ്രബന്ധങ്ങൾ രചിച്ച് അങ്ങനെ എല്ലായിടത്തും തിരക്ക് ഡാർവിൻ എല്ലായിടത്തും നടന്ന് പ്രസംഗിക്കുക. അങ്ങനെ ധാരാളം പണം കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് ഇയാൾ ദൈവനിഷേധിയായിട്ട് മാറിയത്. അപ്പോൾ പണം കൂടുമ്പോഴാണ് ദൈവനിഷേധിയായിട്ട് മാറുന്നത്. ഒരുപാട് ആൾക്കാർ നമ്മൾ അറിയാൻ പറയും. അപ്പോൾ ചെറുപ്പകാലത്ത് വലിയ ധർമ്മിഷ്ഠനൊക്കെ ആയിരിക്കും. അങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ടു എന്തെങ്കിലും സ്ഥാപനം തുടങ്ങി കുറച്ചു കാലം കഴിയുമ്പോൾ പിന്നെ അവരെന്ത് ചെയ്യും, ഒരു സ്വഭാവം പതുക്കെ മാറാൻ തുടങ്ങും. പിന്നെ പണത്തെ സ്നേഹിക്കും. പിന്നെ ഭിക്ഷക്കാർ വന്നാലും ഒന്നും പണം കൊടുക്കൂല, തൊഴിലാളികളുടെ കൂലി മുഴക്കി കൊടുക്കൂല. അങ്ങനെ പണത്തിൻ്റെ മുകളിൽ പണം ഉണ്ടാക്കി ഒരു മൃഗമായിട്ട് മാറുക മനുഷ്യൻ. സത്യത്തെ നിഷേധിക്കും. നിസ്കാരത്തിന് പള്ളിയിൽ പോകും, പക്ഷെ മനുഷ്യപ്പറ്റി ഉണ്ടാവും. ഒരു മനുഷ്യനെ കണ്ടാൽ ചിരിക്കില്ല. പോലത്തെ പണക്കാരെ മാത്രം കണ്ടാൽ ചിരിക്കും, സാധാരണക്കാരെ കണ്ടാൽ മൈൻഡ് ചെയ്യൂല. അങ്ങനത്തെ കുറച്ച് ആൾക്കാരായിട്ട് മാറും. ഇവിടെ സത്യനിഷേധികളാണ്. അപ്പോൾ ഇവർ തമ്മിൽ ഒറ്റക്കെട്ടാണ്. അപ്പോൾ ഈ സത്യനിഷേധികൾ നമ്മൾ കരുതിയിരിക്കുക എന്നൊക്കെയാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ സത്യനിഷേധികൾ ഒറ്റ മിത്രങ്ങളാണ്. അവരെ നിങ്ങൾ കരുതിയിരിക്കുക. ഈ നിർദ്ദേശങ്ങൾ നിങ്ങൾ പാലിക്കുക, അല്ലെങ്കിൽ നാട്ടിൽ വലിയ കുഴപ്പവും വലിയ നാശവും ഉണ്ടായിത്തീരുന്നു. ഈ സത്യനിഷേധികളായ ആൾക്കാർ നിങ്ങൾ കരുതിയിരുന്നിട്ടില്ലെങ്കിൽ, നിങ്ങൾ അവരുടെ കൂടെ കൂടുകയും അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുകയും ചെയ്തുകൊണ്ടിരുന്നാൽ നാട്ടിൽ വലിയ കുഴപ്പങ്ങളുണ്ടാവും. മനസ്സിലായി? ഏതൊരു സത്യനിഷേധിയായ മുതലാളിമാർക്കും അവരെ മുന്നോട്ട് നയിക്കുന്നത് ഈ സത്യവിശ്വാസികളായ ആൾക്കാരുടെ മെല്ലെപ്പോക്ക് നയമാണ്. അവർ അതിനെ എതിർത്ത് തോൽപ്പിച്ചു കഴിഞ്ഞാൽ ഒരു മുതലാളിക്കും ഇല്ലുമിനാറ്റികൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇല്ലുമിനാറ്റികൾക്ക് ലോകത്തെ ഭരിക്കണം ജനങ്ങൾ വേണം. വിശ്വാസികളായ ജനങ്ങളില്ലാതെ, അല്ലെങ്കിൽ മഹാഭൂരിപക്ഷവും പാവപ്പെട്ടവരും സത്യത്തെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണല്ലോ. അതുകൊണ്ടാണ് അടയ്ക്ക രാജു എന്ന വ്യക്തി സത്യം തുറന്നു പറഞ്ഞത്. അഭയാക്കൊലക്കേസ് വിജയിക്കാൻ ഒറ്റ കാരണം അടയ്ക്ക രാജു എന്നുള്ള വ്യക്തിയാണ്. അയാൾ അടക്കം മോഷ്ടാവെന്ന് പേര് കേട്ട വ്യക്തിയാണ്. അദ്ദേഹം കുറച്ച് പണ്ട് കാലത്ത് അടക്കമൊക്കെ മോഷ്ടിക്കാറുണ്ടായിരുന്നു. അങ്ങനെ അടയ്ക്ക രാജു എന്ന് പേര് കേട്ടു. പക്ഷേ അദ്ദേഹം എന്ത് പറഞ്ഞു, ഒരു വിട്ടുവീഴ്ചയും ചെയ്തില്ല. കോടികൾ വാഗ്ദാനം ചെയ്തിട്ടും അയാൾ പറഞ്ഞു, എനിക്കും അതുപോലത്തെ മകളുണ്ട്, ഞാനൊരിക്കലും മൊഴി മാറ്റി പറയില്ല. ബാക്കിയുള്ളവരൊക്കെ മൊഴി മാറ്റി പറഞ്ഞു, ഇയാൾ മൊഴി മാറ്റി പറയില്ല എന്ന് അയാൾ കണ്ടിരുന്നു. ഇയാൾ മോഷ്ടിക്കാനായിട്ട് അവിടെ പോയപ്പോൾ ഈ പുരോഹിതന്മാർ അവിടെ നിന്ന് ഇറങ്ങി പോയിരുന്ന കണ്ടിരുന്നു. ഇയാൾ മൊഴി മാറ്റി ഒറ്റ ഭാഷ. അതുകൊണ്ട് പിടിച്ചു. അഭയാക്കൊലക്കേസിൻ്റെ ആൾക്കാരെ പിടിച്ചു. പിന്നീട് ഒരു മേൽക്കോടതി പോയി എന്താ പറയുക, അപ്പീലിനൊക്കെ പോയി. അത് അവരെ സ്വാതന്ത്ര്യം, അല്ലെങ്കിൽ അവരെ കൈമെടുക്ക്. അത് നമുക്ക് ചെയ്യാനും ജനങ്ങൾ മനസ്സിലായല്ലോ, ഇവർ തെറ്റുകാരാണെന്ന് മനസ്സിലായല്ലോ. അൽഹംദുലില്ലാ. അപ്പം ഇതുപോലത്തെ ഭൂമിയിലെ മഹാഭൂരിപക്ഷവും പാവപ്പെട്ട ആൾക്കാർ സത്യത്തെ ഇഷ്ടപ്പെടുന്നവരാണ്. അപ്പോൾ അവരും കൂടി എന്ത് ചെയ്യും, പണക്കാരെ കൂടെ നിന്ന് കൊടുക്കുന്നതുകൊണ്ടാണ് അവർ വിജയിക്കുന്നത്. അല്ലാതെ പണക്കാരൊരിക്കലും വിജയിക്കില്ല. ഇപ്പോൾ ഗാന്ധിജിയെ കൊന്നത് എങ്ങനെയാണ്? ബ്രിട്ടീഷുകാർ കൊല്ലാൻ കഴിഞ്ഞിട്ടില്ലല്ലോ. കാരണം അദ്ദേഹം വളരെ ഉയർന്ന വ്യക്തിത്വമാണ്, സത്യം ഇഷ്ടപ്പെടുന്ന ആളാണ്. അപ്പോൾ അയാൾ കൊല്ലാൻ കഴിയില്ല. പിന്നെ എന്ത് ചെയ്തു? ഗാന്ധിജിയുടെ നാട്ടിലെ ഒരു വ്യക്തി ഗോഡ്സെ എന്ത് ചെയ്തു? ഗാന്ധിജിയെ കൊല്ലാൻ വേണ്ടി സഹായം ചെയ്തു കൊടുത്തു. ബ്രിട്ടീഷുകാർ ഒറ്റയ്ക്ക് വിചാരിച്ച ഒരിക്കലും കഴിയില്ലായിരുന്നു. ഗോഡ്സെ എന്ത് ചെയ്തു? എല്ലാ സഹായം ചെയ്തു കൊടുത്തു. അങ്ങനെയാണ് കൊല്ലുന്നത്. ടിപ്പു സുൽത്താനെ കൊല്ലുന്ന ആരാണ്? ടിപ്പു സുൽത്താൻ്റെ കൂടെയുള്ള ആൾക്കാരാണ് കൊല്ലുന്നത്. എപ്പോഴും ഏതൊരു വ്യക്തിയും കൊല്ലുന്ന അവരുടെ കൂടെയുള്ള ആൾക്കാരുടെ സഹായം മൂലമാണ് കൊല്ലുന്നത്. ഈസാ നബിയെ കൊല്ലാൻ വേണ്ടി സഹായം ചെയ്തു കൊടുത്താരാണ്? ഈസാ നബിയുടെ ശിഷ്യന്മാരിൽ പെട്ട ഒരാളാണ്. അപ്പോൾ നമ്മളെ കൂടെ നിൽക്കുന്ന ആൾക്കാർ, സത്യത്തിൻ്റെ ആൾക്കാർ ചെറിയ വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുമ്പോഴാണ് തിന്മ ഇവിടെ നാട്ടിൽ പടരുന്നത്. ഒരു മദ്യനിർമ്മാണശാല ഇവിടെ വരാൻ തുടങ്ങുമ്പോൾ, ഇവിടെ സ്ഥാപിക്കുമ്പോൾ ഇവരുടെ സ്ത്രീകൾക്കൊക്കെ അറിയാം മദ്യം പാടില്ല. ആ മഹാഭൂരിപക്ഷം സ്ത്രീകളും 99% സ്ത്രീകളും മദ്യഷാപ്പിനെതിരെയായിരിക്കും. അപ്പോൾ അവരെന്ത് ചെയ്യും? ഇപ്പം പിറകോട്ട് നിൽക്കും. തുടങ്ങിക്കോട്ടെ. അപ്പോഴാണ് പ്രശ്നം വരുന്നത്. അല്ലാണ്ട് പോയി സ്റ്റേണായിട്ട് നിന്ന് കഴിഞ്ഞാൽ
ഒരു മദ്യഷാപ്പ് ഒരു സ്ഥലത്തും തുടങ്ങാൻ കഴിയില്ല. അപ്പം നമ്മൾ ചെയ്യുന്ന നമ്മുടെ സത്യവിശ്വാസികളിൽ വരുന്ന ചെറിയ ചില ന്യൂനതകളാണ് ഇവിടെ തിന്മ ഇവിടെ ഉടലെടുക്കാൻ കാരണം. അപ്പോൾ നമ്മൾ സത്യത്തിന് വേണ്ടി അടിയുറച്ച് പോരാടുന്ന ആ ഭാഗ്യന്മാരുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തുന്ന തമ്പുരാനെ, തിന്മ കണ്ടാൽ അതിനെ പ്രതികരിക്കാനും പ്രതിരോധിക്കാനും ശക്തി നൽകണം തമ്പുരാനെ. അങ്ങനെ സ്വർഗം ലഭിക്കുന്ന ഭാഗ്യന്മാർ ഞങ്ങൾ ഉൾപ്പെടുത്തുന്ന തമ്പുരാനെ. ആമേൻ.